ഡെമോ 2 സിംഗിൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന ഭാഗം 17. ഇതിനകത്ത് പ്രധാനമായും ഓരോ സ്റ്റേജസ് ഓഫ് വർക്കാക്കി എടുക്കുന്നു. ആ കാണുന്ന വർക്കിനകത്ത് വരുന്ന ടോട്ടൽ തുക മൊത്തം തുകയുടെ എത്ര ശതമാനമാണെന്ന് കണക്കാക്കുന്നു. അതായത് ഇപ്പോൾ സബ്സ്ട്രക്ചർ എന്ന് പറഞ്ഞ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എർത്ത് വർക്ക് എക്സ്കവേറ്റ് ചെയ്തതിന് ശേഷം ഫൗണ്ടേഷൻ നിർമ്മിച്ച് അതിന് മുകളിൽ പ്ലിന്ത് നിർമ്മിച്ച് ആ പ്ലിന്തിനിടയിൽ എർത്ത് ഫില്ല് ചെയ്യുന്നത് വരെ ഒരു സബ്സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി ആക്കി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ബ്രിക്ക് വർക്കുകൾ, അതിനുശേഷം RCC വർക്കുകൾ, റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ് സ്ട്രക്ചറുകളുടെ വർക്കുകൾ. അതിനകത്ത് RCC വർക്കിനകത്ത് തന്നെ നമുക്കറിയാം ഏതാ പ്ലിന്ത് ബീമും ലിൻഡൽ സൺഷെയ്ഡ് സ്ലാബ് ബീം ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വാണ്ടിറ്റികളും അതിൻ്റെ സെൻറ്ററിങ്ങും ഷട്ടറിങ്ങും ഫോം വർക്ക് ഉൾപ്പെടെയുള്ള റേറ്റും റീഇൻഫോഴ്സ്മെൻ്റ് റേറ്റും ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു RCC വർക്കുകളും അതുപോലെ തന്നെ വുഡ് ആൻഡ് ഡോർസ് ആൻഡ് വിൻഡോസ് വെന്റിലേറ്റേഴ്സ് എന്നിവയുടെ മൊത്തം തുകയും അതുപോലെ തന്നെ പ്ലാസ്റ്ററിംഗ് വർക്കുകൾ പെയിൻറ്റിങ് വർക്കുകൾ തുടങ്ങിയവയുടെ എല്ലാം ഓരോ സ്റ്റേജ് വർക്കിനും മൊത്തം തുകയുടെ എത്ര ശതമാനം വരുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഡെമോ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് പ്രധാനമായും ഇവിടെ നോക്കിക്കോളൂ, ഈ കാണുന്ന ഇതിനകത്ത് ചെയ്യുന്ന പോലെ നമ്മൾ നേരത്തെ അബ്സ്ട്രാക്റ്റ് കണക്കാക്കിയിരുന്നു. അവ ഏറ്റവും അവസാനിപ്പിച്ചത് പ്ലിന്ത് ഏരിയ റേറ്റ് പറഞ്ഞു, ഒരു സ്ക്വയർ ഫീറ്റിന് 1850 രൂപ വരുന്നുണ്ട് എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നു. മൊത്തം എസ്റ്റിമേറ്റിൻ്റെ തുക എന്ന് പറയുന്നത് 9,15,017 ആയിരുന്നു നമ്മൾ കണക്കാക്കിയ എസ്റ്റിമേറ്റിൻ്റെ തുക. അതിനകത്ത് 8% എസ്റ്റിമേറ്റഡ് ഇലക്ട്രിഫിക്കേഷനും 8% വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ ആഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. 11 ലക്ഷത്തിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആയിരുന്നു നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് ഈ 9,15,017 രൂപയ്ക്കകത്ത് ഓരോ വർക്കിനകത്തും അല്ലെങ്കിൽ ഓരോ സ്റ്റേജസ് ഓഫ് വർക്കിനകത്തും എത്ര ശതമാനം വരുന്നു എന്നാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഞാൻ ഈ കാണുന്ന അബ്സ്ട്രാക്റ്റിനെ ഒന്നുകൂടി ജസ്റ്റ് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ കാണുന്ന തുകയെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി ഞാൻ ആദ്യം ചെറിയൊരു ഹെഡിങ് കൊടുക്കുന്നു. സബ്സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. എർത്ത് വർക്ക് എക്സ്കവേഷൻ, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ അകത്ത് ഉപയോഗിക്കുന്ന ഡ്രൈറബിൾ മേസണറി വർക്ക്, റാൻഡറബിൾ മേസണറി വർക്ക്, പ്ലിന്തിനകത്തുള്ള റാൻഡറബിൾ മേസണറി വർക്ക്, പ്ലിന്തിനകത്തുള്ള എർത്ത് ഫില്ലിംഗ്, ഇതെല്ലാം കൂടി ഉൾപ്പെടെ ഉള്ള റേറ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിനകത്ത് ഞാൻ ആദ്യം കോസ്റ്റ് ഓഫ് സബ്സ്ട്രക്ചർ എന്ന് പറഞ്ഞ് കണക്കാക്കി. ആ കോസ്റ്റ് ഓഫ് സബ്സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൻ്റെ മൊത്തം തുക കണക്കാക്കുന്നു അല്ലേ. അവിടെ വരെ കണക്കാക്കുന്ന സമയത്ത് 1,44,108 രൂപ വരുന്നു. ഇനി ടോട്ടൽ കോസ്റ്റ് ഓഫ് സ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ ഞാൻ ആഡ് ചെയ്യുന്നു. ടോട്ടൽ കോസ്റ്റ് ഓഫ് സ്ട്രക്ചർ എന്നാക്കി മാറ്റുന്നു. ടോട്ടൽ കോസ്റ്റ് ഓഫ് സ്ട്രക്ചർ ഇവിടെ ചെറിയൊരു കോളം കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. ടോട്ടൽ കോസ്റ്റ് ഓഫ് സ്ട്രക്ചർ എന്നുള്ളൊരു കോളം സെപ്പറേറ്റ് ഉൾപ്പെടുത്തുന്നു. അതിനുശേഷം പെർസെൻറ്റേജ് റേറ്റ് ഓഫ് ആ ടോട്ടൽ കോസ്റ്റ് ഓഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 9,15,017. ഇവിടെ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ 1,44,108 രൂപ മൊത്തം വർക്കിനകത്ത്. അപ്പോൾ 9,15,017 1,44,108 രൂപ എന്ന് പറയുന്നത് എത്ര ശതമാനമാണെന്നാണ് കണക്കാക്കുന്നത്. നമുക്കറിയാം കാൽക്കുലേറ്ററിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കണക്കാക്കും 1,44,108 ഡിവൈഡ് ബൈ 9,15,017. ആ കിട്ടിയ ഉത്തരത്തിനെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലെ. പെർ സെന്റ് എന്ന് പറയുമ്പോൾ 100. അപ്പോൾ അതിനെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ അത് തന്നെ കണക്കാക്കുന്നത് പെർസെൻറ്റേജ് റേറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് സബ്സ്ട്രക്ചർ. പെർസെൻറ്റേജ് റേറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് സബ്സ്ട്രക്ചർ ടു ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് സ്ട്രക്ചർ എന്നാണ് നടക്കുന്നത്. 16% എന്ന് കിട്ടിയിട്ടുണ്ട്. അതിനെ ഒന്നുകൂടി ഞാൻ വേറൊരു രീതിയിലേക്ക് മാറ്റണം. ഇവിടെ ഈ 16.00 എന്നാണ്. അത് ഞാൻ ഫോർമാറ്റ് പോയിട്ട് എനിക്ക് ആ ഒരു സ്റ്റൈൽ മാറ്റാൻ കഴിയും. ജസ്റ്റ് ആ കാണുന്ന സെല്ല് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റ് സെൽ എടുക്കുക. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് അടിക്കുക, ഫോർമാറ്റ് സെൽ എടുക്കുക. ആ ഫോർമാറ്റ് സെല്ലിനകത്ത് പോയിട്ട് പെർസെൻറ്റേജ് എടുക്കുക. ഇവിടെ ഡെസിമൽ പ്ലേസസ് 2 കൊടുക്കുക. അപ്പോൾ 15.75% എന്ന് പറഞ്ഞു. അതായത് കോസ്റ്റ് ഓഫ് സബ്സ്ട്രക്ചർ എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റിൻ്റെ 15.75% അപ്പോൾ നമുക്ക് മൊത്തം കിട്ടിയ എസ്റ്റിമേറ്റ് തുകയുടെ 15.75% സബ്സ്ട്രക്ചറിൻ്റെ കോസ്റ്റായി കണക്കാക്കി ഇവിടെ വന്നിട്ടുണ്ട്. ഈ എസ്റ്റിമേറ്റിനകത്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ബ്രിക്ക് വർക്കാണ്. ഇവിടെ ആ ബ്രിക്ക് വർക്കിനകത്തും ഞാനിവിടെ ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കുന്നു. ബ്രിക്ക് വർക്ക് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ കാണുന്ന ബ്രിക്ക് വർക്കിനകത്ത് ഇവിടെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ പോലെ ആ 3 സെല്ല് ഇവിടെ ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്.
ഇവിടെ കോസ്റ്റ് ഓഫ് സബ്സ്ട്രക്ചർ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ബ്രിക്ക് വർക്ക് എന്നാക്കി, ഇത് ഞാൻ കോപ്പി ചെയ്യുന്നു. ഇവിടെ കോസ്റ്റ് ഓഫ് ബ്രിക്ക് വർക്ക് എന്നാക്കി മാറ്റി. ടോട്ടൽ കോസ്റ്റ്, അപ്പോൾ കോസ്റ്റ് ഓഫ് ബ്രിക്ക് വർക്ക് 1,77,788 രൂപ. ഇവിടെ കോസ്റ്റ് ഓഫ് സബ്സ്ട്രക്ചർ എന്ന് പകരം കോസ്റ്റ് ഓഫ് ബ്രിക്ക് വർക്ക്, പെർസെൻറ്റേജ് റേറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ബ്രിക്ക് വർക്ക് ടു ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് സ്ട്രക്ചർ എന്നാക്കി മാറ്റി. അപ്പോൾ 1,77,788 രൂപ എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റിൻ്റെ, അതായത് 9,15,017 രൂപയുടെ എത്ര ശതമാനമാണ്? അപ്പോൾ നമുക്കറിയാം 1,77,788 ഡിവൈഡ് ബൈ 9,15,017 ചെയ്ത് കഴിഞ്ഞാൽ 19.19 കിട്ടി. ഇതിനെ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോർമാറ്റ് സെല്ലിൽ എടുക്കാം, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്തതുകൊണ്ട് മാച്ച് പ്രോപ്പർട്ടീസ് എടുക്കുന്നു, ഫോർമാറ്റ് പെയിൻറ്റർ എടുക്കുന്നു, ഈ കാണുന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ 19.43% വരുന്നു. 19.43% ആക്കി മാറ്റി. അപ്പോൾ ബ്രിക്ക് വർക്ക് എന്ന് പറയുന്നത് മൊത്തം തുകയുടെ 19.43% ബ്രിക്ക് വർക്കിന് വേണ്ടി ഈ കാണുന്ന വർക്കിനകത്ത് നമുക്ക് ചിലവാക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി അടുത്ത് പറഞ്ഞ RCC വർക്കുകളാണ്, റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് വർക്കുകളാണ്. ആ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് വർക്കിനകത്ത് നമുക്കറിയാം എവിടെയാ പ്ലിന്ത് ബീമിന്, അല്ലെ, പ്ലിന്ത് ബീമിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലിൻഡല്, സൺഷെയ്ഡ്, സ്ലാബ്, ബീം തുടങ്ങിയവയുടെ ഒക്കെ RCCയുടെ ക്വാണ്ടിറ്റി കണക്കാക്കിയിട്ടുണ്ട്. അതുകൂടാതെ സെൻട്രിങ്ങും ഷട്ടറിങ്ങും ഏതൊക്കെയാണ്? പ്ലിന്ത് ബീമിൻ്റെ, ലിൻഡലിൻ്റെ, സൺഷെയ്ഡിൻ്റെ, റൂഫ് സ്ലാബിൻ്റെയൊക്കെ സെൻട്രിങ് ഷട്ടറിങ് വർക്കുകളും, അതുകൂടാതെ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ്, ഇത് മൂന്നും കൂടി ഉൾപ്പെടെയുള്ള RCCയുടെ റേറ്റാണ് കണക്കാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെയും ഇതേപോലെ നേരത്തെ സെലക്ട് ചെയ്ത പോലെ തന്നെ ആ 3 സെല്ല് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഈ കാണുന്ന ഭാഗത്ത് കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു, Ctrl V അടിക്കുന്നു. ഇനി കോസ്റ്റ് ഓഫ് RCC വർക്ക് എന്നാക്കി മാറ്റുന്നു. കോസ്റ്റ് ഓഫ് RCC വർക്ക് എന്നാക്കി മാറ്റുന്നു. ബ്രിക്ക് വർക്ക് മാറ്റിയിട്ട് കോസ്റ്റ് ഓഫ് RCC വർക്ക് എന്നാക്കി മാറ്റി. ഈ കാണുന്ന എസ്റ്റിമേറ്റ് തുക എല്ലാം കൂടി കൂട്ടുന്നു. ഇതുവരെയുള്ള എമൗണ്ട് എല്ലാം കൂടി കൂട്ടുന്ന സമയത്ത് നമുക്ക് 2,24,727 രൂപ എന്ന് വരുന്നു. 2,24,727 രൂപ എന്ന് വരുന്നു. കോസ്റ്റ് ഓഫ് RCC വർക്ക് 2,24,727 രൂപ എന്ന്. ടോട്ടൽ കോസ്റ്റ് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 9,15,017 ആണ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 9,15,017 ആണ്. ഇത് എന്ന് പറയുന്നത് 25%, 0.25 ആണ് വന്ന്. അത് ഞാൻ നേരത്തെയുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു, ഫോർമാറ്റ് പെയിന്റ് അടിച്ചിട്ട് ഈ കാണുന്ന സെല്ലിലേക്ക് മാറ്റുന്നു. അപ്പോൾ 24.56%. അപ്പോൾ മൊത്തം തുകയുടെ 24.56% തുക RCC വർക്കിന് വേണ്ടി മാത്രമായി വരുന്നു. RCC വർക്കിന്, സ്ട്രക്ചറൽ വർക്കിന് RCC വർക്കിനകത്ത് വരുന്നു. 24.56% RCC വർക്കിനകത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി അടുത്ത വർക്ക് എന്ന് പറയുന്നത് ഡോർസ്, വിൻഡോസ് ആൻഡ് വെന്റിലേറ്റേഴ്സ് ആണ്. ഡോർസ്, വിൻഡോസ് ആൻഡ് വെന്റിലേറ്റേഴ്സ് ആണ്. ആ ഡോർസ് ആൻഡ് വിൻഡോസിനകത്ത് നമുക്കറിയാം ടീക്ക് വുഡിൻ്റെ ഫ്രെയിം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടീക്ക് വുഡിൻ്റെ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടീക്ക് വുഡിൻ്റെ പാനൽ കൊടുത്തിട്ടുണ്ട്. ആഞ്ഞിലി വുഡിൻ്റെ ഡോറുണ്ട്. ആഞ്ഞിലി വുഡിൻ്റെ ഫ്രെയിമും പാനലും ആഞ്ഞിലി വുഡുള്ള ഡോറുകളുണ്ട്. അതുകൂടാതെ PVC ഡോറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. UPVC ഫ്രെയിമിനകത്ത് PVC ഡോറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെറിയ ഹെഡിങ് കൊടുത്ത് ഡോർസ്, വിൻഡോസ് ആൻഡ് വെന്റിലേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുക്കുന്നു. അതിനകത്ത് ഈ UPVC ഡോറും വിൻഡോയുടെ ഗ്രില്ല് ഉൾപ്പെടെ, വിൻഡോന് കൊടുത്തിട്ടുള്ള ഗ്രില്ല് ഉൾപ്പെടെയുള്ള റേറ്റാണ് ഞാൻ കണക്കാക്കാൻ പോകുന്നത്. ഇതിനകത്തും ഈ പറഞ്ഞ പോലെ ഏതാ ടോട്ടൽ കോസ്റ്റ് ഓഫ് സ്ട്രക്ചർ അങ്ങനെ 3 ആക്കി. കോസ്റ്റ് ഓഫ് ആ കാണുന്ന ഭാഗം ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. ഇവിടെ എല്ലാം കൂടി കൂട്ടുന്ന സമയത്ത് 1,02,206 രൂപ വരുന്നു. 1,02,206 രൂപ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് മാറ്റുന്നുണ്ട്. കോസ്റ്റ് ഓഫ് RCC വർക്ക് എന്നുള്ള ഹെഡിങ് ഞാൻ മാറ്റുന്നുണ്ട്. അതിന് പകരം മൊത്തം ടോട്ടൽ കോസ്റ്റ് 9,15,017 രൂപയാണ്. ഇവിടെയും പെർസെൻറ്റേജ് കണക്കാക്കുന്നു. 11.17% വന്നു അല്ലേ. അപ്പോൾ കോസ്റ്റ് ഓഫ് RCC വർക്ക് എന്നുള്ള വാക്ക് ഞാൻ ഇവിടെ മാറ്റിയിട്ട് കോസ്റ്റ് ഓഫ് ഡോർസ്, വിൻഡോസ് ആൻഡ് വെന്റിലേറ്റേഴ്സ് ആക്കി മാറ്റുന്നു. കോസ്റ്റ് ഓഫ് ഡോർസ്, വിൻഡോസ് ആൻഡ് വെന്റിലേറ്റേഴ്സ് ആക്കി മാറ്റി. ഇനി അതുപോലെ തന്നെ പെർസെൻറ്റേജ് റേറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ഡോർസ്, വിൻഡോസ് ആൻഡ് വെന്റിലേറ്റേഴ്സ് ആണ് Ctrl C അടിച്ചിട്ടുണ്ട്. ആ കാണുന്ന ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ 11.17% എന്ന് പറഞ്ഞു. 11.17% എന്ന് വന്നു.
നേരത്തെയുള്ള ആ തിരുത്ത് ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് അറിയില്ല. കോസ്റ്റ് ഓഫ് RCC വർക്ക് ഇവിടെ കോസ്റ്റ് ഓഫ് ബ്രിക്ക് വർക്കാണ്, അപ്പോൾ ഞാൻ RCC വർക്ക് തന്നെ ആക്കി മാറ്റാം. അതേപോലെ ഈ പറഞ്ഞ പോലെ ഡോർസ് ആൻഡ് വിൻഡോസ് വെന്റിലേറ്റേഴ്സിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് സ്ട്രക്ചറിന്റെ കോസ്റ്റിന്റെ മൊത്തം സ്ട്രക്ചറിന്റെ കോസ്റ്റ് എത്ര വരുന്നുണ്ടോ അതിന്റെ 11% എന്ന് പറയുന്നത് ഡോർസും വിൻഡോസും വെന്റിലേറ്റേഴ്സിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന എസ്റ്റിമേറ്റിനകത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് കണക്കാക്കുന്നത് പ്ലാസ്റ്ററിംഗ് വർക്കുകളാണ്. പ്ലാസ്റ്ററിംഗ് വർക്കിനകത്ത് ഇൻസൈഡ് പ്ലാസ്റ്ററിംഗ് ഉണ്ട്, ഔട്ട്സൈഡ് പ്ലാസ്റ്ററിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സീലിംഗ് പ്ലാസ്റ്ററിംഗ് ഉണ്ട്, റൂഫ് സ്ലാബിന്റെ ടോപ്പിൽ അടിക്കുന്ന വെതറിംഗ് കോട്ട് ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആ പ്ലാസ്റ്ററിംഗ് വർക്കിനകത്ത് ഇൻസൈഡ് പ്ലാസ്റ്ററിംഗ്, സീലിംഗ് പ്ലാസ്റ്ററിംഗ്, അതുപോലെ വെതറിംഗ് കോട്ട് ഉൾപ്പെടെയുള്ള ടോട്ടൽ കോസ്റ്റ് ആണ് നമ്മൾ കണക്കാക്കാൻ പോകുന്നത്. നേരത്തെയുള്ള അതേപോലെ തന്നെ ഇവിടെ 3 സെല്ല് സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ C അടിക്കുന്നു, ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ കോസ്റ്റ് ഓഫ് പ്ലാസ്റ്ററിംഗ് വർക്ക് എന്ന് ആക്കി മാറ്റുന്നു. ആ കോസ്റ്റ് ഓഫ് പ്ലാസ്റ്ററിംഗ് വർക്ക് എന്ന് പറയുന്നത് ഈ 3 തുകയും കൂടി കൂട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് എത്രയാ? 90,413 രൂപയാണ്. 90,413 രൂപയാണ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 9,15,017 രൂപയാണ്. ഈ 90,413 രൂപ എന്ന് പറയുന്നത് 9,15,017 രൂപയുടെ 17 രൂപയിൽ എത്ര ശതമാനം? 9.88%. അപ്പോൾ 9.88% തുക പ്ലാസ്റ്ററിംഗ് വർക്കിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. 9.88% തുക പ്ലാസ്റ്ററിംഗ് വർക്കിന് വേണ്ടി മാറ്റിക്കണം. ഇവിടെ ഞാൻ ചെറിയ ഒരു മാറ്റം വരുത്തണം, പ്ലാസ്റ്ററിംഗ് എന്നുള്ള വാക്കോടെ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നു. ഇനി എനിക്ക് വേണ്ടത് ഫ്ലോറിംഗ് ആൻഡ് ടൈലിംഗ് വർക്കാണ്. ഫ്ലോറിംഗ് വർക്ക് അവിടെ PCC ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ വിട്രിഫൈഡ് ടൈല് വിരിക്കുന്നു. അതേപോലെ തന്നെ ബാത്റൂമിനകത്ത് മാത്രം സെറാമിക് ടൈലുകളും അതുപോലെ തന്നെ വോൾ ടൈലും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ആയിരുന്നു നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്ലോറിങ്ങിനകത്ത് ഈ എല്ലാ ഫ്ലോറിംഗ് ആൻഡ് ടൈലിംഗ് വർക്കിനകത്ത് എത്ര രൂപ വരുന്നു എന്നാണ് ഞാൻ ആദ്യം കണക്കാക്കാൻ പോകുന്നത്. ആ പ്ലാസ്റ്ററിംഗ് വർക്കിനകത്തുള്ള ആ തിരുത്ത് ഞാൻ ഇവിടെ തിരുത്തുന്നുണ്ട്. കോസ്റ്റ് ഓഫ് പ്ലാസ്റ്ററിംഗ് വർക്ക് ടു ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് സ്ട്രക്ചർ എന്നാക്കി മാറ്റേണ്ടത്. ഓക്കെ, ആ കാണുന്ന കൺട്രോൾ C അടിച്ചു, ഇവിടെ കൊണ്ട് ജസ്റ്റ് പേസ്റ്റ് ചെയ്യുന്നു. അല്ലേ? ഇനി അവിടെ ഞാൻ മാർക്ക് ചെയ്യുന്ന കോസ്റ്റ് ഓഫ് ഫ്ലോറിംഗ് ആൻഡ് ടൈലിംഗ് വർക്ക്, അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 17,400 എല്ലാം കൂടി കൂട്ടുന്നു. വോൾ ടൈലും ഫ്ലോർ ടൈലും ഉൾപ്പെടെ മൊത്തം റേറ്റ് കൂട്ടുന്നു. ഹോം പോയി 1,08,218 രൂപ വന്നു. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 9,15,017 ആണ്. 9,15,017 രൂപ. അതിനകത്ത് എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ ടോട്ടൽ കോസ്റ്റിന്റെ പെർസെൻറ്റേജ് മാറുന്ന സമയത്ത് 11.83% ഫ്ലോറിംഗ് ആൻഡ് ടൈലിങ്ങിന് വന്നു. 11.83% ഫ്ലോറിംഗ് ആൻഡ് ടൈലിങ്ങിനകത്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാ? പെയിന്റിംഗ് വർക്കുകളാണ് അല്ലേ? ഇവിടെ ഈ കാണുന്ന പെയിന്റിംഗ് വർക്ക് വാൾ പെയിന്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഡോർസ് ആൻഡ് വിൻഡോസ് പെയിന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വുഡ് വർക്ക് ഉണ്ട്, പെയിന്റിംഗ് വാളുണ്ട്, വുഡ് വർക്ക് ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റീൽ വർക്കുകളുണ്ട്. നമുക്ക് ഗ്രില്ല് അല്ലെ, വിൻഡോയുടെ ഗ്രില്ല്, സ്റ്റീൽ ബാറുകൾ നമുക്ക് പെയിന്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ആ കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് വാൾ വുഡ് ആൻഡ് സ്റ്റീൽ വർക്ക്, അതിന് ടോട്ടൽ കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് വർക്ക് അല്ലേ, അല്ലെങ്കിൽ വാൾ വുഡ് ആൻഡ് സ്റ്റീൽ വർക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് സ്ട്രക്ചർ അങ്ങനെ കണക്കാക്കുന്നു. അപ്പോൾ പെയിന്റിംഗ് വർക്കിന് വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി കൂട്ടുന്ന സമയത്ത് 67,557 രൂപയാണ് വരുന്നത്. 67,557 രൂപയാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് സ്ട്രക്ചർ 9,15,017 ആണ്. അപ്പോൾ 65,557 രൂപയെ 9,15,017 ചെയ്യുന്ന സമയത്ത് ഫോർമാറ്റ് സെല്ലിനകത്ത് പോയി പെർസെൻറ്റേജ് മാറ്റുന്ന സമയത്ത് 7.38% വരുന്നു. 7.38% വരുന്നു.
അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പെർസെൻറ്റേജ് കണക്കാക്കുന്നത് നമുക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ, കാരണം എസ്റ്റിമേറ്റ് തുക ഉണ്ടാക്കുന്ന സമയത്ത് ഒരു അപ്രോക്സിമേറ്റ് ഉണ്ടാക്കണമെങ്കിലും നമുക്ക് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ് ഒരാളോട് പറയാൻ കഴിയും. ഇത്ര രൂപ വരുന്നു, മൊത്തം വർക്കിനകത്ത് ഇത്ര രൂപ വരും. ഇപ്പോൾ സ്ക്വയർ ഫീറ്റിനകത്ത് നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ നാട്ടിൻപുറത്ത് പറയുന്ന പോലെ ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റിന് ഇപ്പോൾ 1800 രൂപ വെച്ചിട്ട് നമ്മൾ കണക്കാക്കിയിരുന്നു. അങ്ങനെ വെച്ചാൽ 18 ലക്ഷം രൂപ വരുന്നു അല്ലേ. അപ്പോൾ ഓരോ വർക്കിനും എത്ര ശതമാനം വെച്ച് വരുന്നുണ്ട്, ഈ 18 ലക്ഷത്തിനകത്ത് എത്ര ശതമാനം വെച്ച് വരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് നമ്മുടെ സിലബസിനകത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം നമുക്കൊരു പ്രൊജക്റ്റ് വർക്ക് ചെയ്യാനൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഈ കാണുന്ന വർക്ക് ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും ഇതുമായി എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി ചെയ്ത് പഠിക്കണം. ഡബിൾ സ്റ്റോറിയും ചെയ്യാൻ കഴിയുമെന്ന് ചെയ്യണമെന്നൊരു വിചാരിക്കുന്നുണ്ട്. നമ്മുടെ എക്സാമും ആയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ എല്ലാവരും ചെയ്യണം. ഓക്കെ, താങ്ക് യു.